ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അലുമിനിയ കുടുക്കുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ കരിയൊക്കെ പിടിച്ചത്, ഇത് കരിയൊക്കെ പോയി നല്ല പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാത്ത് സോപ്പാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഒരു സ്ക്രബ്ബറും വേണം. എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കണില്ല, ബാത്ത് സോപ്പ് ആയതുകൊണ്ട് തന്നെ പുറമെ മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഉരച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ല നിറം വയ്ക്കുള്ളൂ. അപ്പോൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് പുകയില്ലാത്ത അടുപ്പൊക്കെ സാധാ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇതുപോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഉപയോഗിക്കാതൊക്കെ മാറ്റി വയ്ക്കുന്ന ചെമ്പും കുടുക്കകളൊക്കെ ഇങ്ങനെ നമ്മൾ കഴുകിയെടുത്താൽ നല്ല തിളങ്ങി കിട്ടും. ഇതാ കണ്ടില്ല എല്ലാവരും, നല്ല മാറ്റമില്ലേ? പഴയ പാത്രവും പുതിയതും ഇപ്പോൾ കഴുകിയെടുത്തതും നല്ല മാറ്റമില്ലേ? അപ്പോൾ അടുത്ത കുടുക്കയും നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിൽ ബാത്ത് സോപ്പ് അല്ലാതെ മറ്റൊന്നും ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല, വിനാഗിരിയോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ല റിസൾട്ട് തന്നെ കിട്ടും എല്ലാവർക്കും. പലർക്കും ഈ ഒരു ട്രിക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത കലവും ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ സൈഡിൽ പിടിച്ച കരിയൊക്കെ കുറേ പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാത്രം കണ്ടില്ലേ, നല്ല തിളക്കം വെച്ചിട്ടുണ്ട്. ഞാൻ ചോറൊക്കെ വിറകിൻ്റെ സാധാ അടുപ്പിലാണ് വെക്കാറുള്ളത്. അപ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് എന്നെപ്പോലെ ഉപയോഗിക്കുന്ന പലരും എങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെട്ടിത്തിളങ്ങാമെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഇതാ 2 കുടുക്കകളും ഇവിടെ നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പഴയ ആ ഒരു പാത്രവും പുതിയൊരു പാത്രവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.